ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഇച്ചിരി ഷോർട്ടായി പോയെന്നറിയാം. ഇന്ന് അത്യാവശ്യം ലെങ്തി ആക്കാൻ, ഒരുപാടെങ്കിലും അത്യാവശ്യം ലെങ്ത് ആക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. നമ്മളിന്ന് ചെയ്യാൻ പോണതാണ്, ഇന്ന് നമ്മൾ ഒരു ഫിഷ് ഫാം ഉണ്ടാക്കും. അതായത് നമ്മൾ ഫിഷ് വെച്ചിട്ട് കുറച്ച് നിൽക്കുന്ന സാധനമില്ലേ, ഇന്നായിട്ട് ഇങ്ങനെ കയറുന്നത്, ആ സാധനം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പറയാം. ഇതുണ്ടാക്കണ വീഡിയോ കാണിക്കണ നല്ല സിമ്പിൾ. പിന്നെ ഇതുണ്ടാക്കണ വീഡിയോ യൂട്യൂബിൽ ഇന്നെന്തായാലും വരും. നമുക്ക് പറയാം, നമുക്ക് ഒരു മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ വേണം. ഒരു ബക്കറ്റുള്ളൂ, എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, പിന്നെ വേറെ വേണ്ടതാണ് 2 ചെസ്റ്റ്, പിന്നെ ഒരു റെയിൽ വേണം. റെയിൽ എവിടെ നിന്നാണ് കിട്ടണേ? ഒരു റെയിൽ വേണം. പിന്നെ കുറച്ച് അയൺ എടുത്തിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം, ഒരു കോപ്പർ. ആ സാധനം ഉണ്ടാക്കണം. മാത്രമല്ല, ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരുന്നതാണ്. പിന്നെ ഇതൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കമൻറ്റും ചെയ്യുക. നമുക്ക് കുറച്ച് ബ്രെഡ് കഴിക്കാം. നമുക്ക് പോയിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഹോപ്പർ ഉണ്ടാക്കാം. ഹോപ്പർ ഉണ്ടാക്കാം. നമുക്കിത് പോയിട്ട് അതുണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കാൻ സ്ഥലം മറ്റേ സ്ഥലം. പിന്നെ ഞാൻ ഡയമണ്ട് സോളും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ സോള് പൊട്ടാറായി. നമ്മുടെ മറ്റേ സ്റ്റോർ റൂമിൽ കയറ്റി വെച്ചേക്കുവാണ്. കാരണം അവിടെയാണ് നമുക്ക് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ വെക്കണം. നമുക്ക് നമ്മുടെ സ്ഥലം എത്തിയിട്ട് കാണാം. അവിടെ ആയിരിക്കും നമ്മുടെ മെയിനായിട്ടുള്ള ഫാമുകളൊക്കെ ഉണ്ടാക്കാൻ പോണത്. ആ സ്ഥലം എത്തിയിട്ട് നിങ്ങളെ വിളിക്കാം. ഉണ്ടാക്കാൻ വച്ച സ്ഥലം ഇവിടെ നമുക്കത് ഇനി ഉണ്ടാക്കാം. ഉണ്ടാക്കാനായിട്ട് ഇത് വേണം, എന്ത് ലാവ. അത് ഇനി തപ്പിപ്പോണം. നാല് ട്രാപ്പ് ഡോറ്. ഇനി നമുക്ക് പോയിട്ട് അത് കണ്ടെത്താം. നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ആവിരിക്കണമെന്ന് വെച്ചാൽ മൈനിങ് ഏരിയയിലാണ്. മൈനിങ് ഏരിയയിലേക്ക് ഞാൻ പോയപ്പോൾ ലാവ കണ്ടായിരുന്നു. താഴേക്ക് പോകുമ്പോൾ ഒരു ബക്കറ്റും കൂടി എടുത്തുകൊണ്ട് പോകണം. ബക്കറ്റും വെള്ളം വേണം നമുക്കത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് ഡയമണ്ട് കൂടി കിട്ടിയത്. പിന്നെ ഇന്നലത്തെ സ്കെലിറ്റൺ ഫാം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മേളിൽ താഴേക്ക് എന്തോ നേരിടുത്തു. അത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ്. അത് ഞാനിത് കാട്ടണ പോലും ഇല്ല. അതിനൊരു എപ്പിസോഡ്, പിന്നെ അടുത്തൊരു റൂം ഉണ്ടാക്കാൻ ഒരു എപ്പിസോഡ് ഉണ്ടാവും. അല്ലാണ്ട് അതിനുള്ള അതൊരു വൃത്തിയോട് പണി. പിന്നെ ഈ പ്രശ്നം ഞാൻ ശരിയാക്കി കിട്ടോ. അതിന് ആ പ്രശ്നം കണ്ടിട്ട് തലവേദന എടുത്ത് പിന്നെ വയ്യാണ്ടായി. എൻ്റെ അമ്മോ, ഇവിടെയല്ലേ ഉള്ളേ. കാണ്ടേ, നമുക്ക് വേണ്ടി ലാവ് കിട്ടേണ്ടിട്ടുണ്ട്. ഇത് ഇൻവെൻറ്ററിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് മുകളിലേക്ക് പോവാം. കണ്ടോ എന്ത് സ്പീഡിലാണേ, കണ്ടോ. പക്ഷെ ഇത് കുഴപ്പമുള്ളൂ, അങ്കർ പെട്ടെന്ന് തീരും. അങ്കർ കീറുന്നാലും കുഴപ്പമില്ല. നമ്മളൊരു വീറ്റ് ഫാമില്ലേ, അതൊക്കെ പെട്ടെന്നങ്ങ് വളരും. അതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ട് ഒരു പേടി പോലും ഇല്ല. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. പാടുതിടുക. അതുണ്ടാക്കിയിട്ട് അതിൽ ഡീറ്റെയിൽ വീഡിയോ ഇന്ന് വരുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും. നമുക്കങ്ങ് ഉണ്ടാക്കാം. ഇനി ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ മീൻ വേണം. ഒരു സാൽമണോ അല്ലെങ്കിൽ ഏതെങ്കിലും മീൻ ഇതിൽ വേണം. അതിനിവിടെ തൊട്ടടുത്ത് റിവറും എല്ലാം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണം. നമ്മുടെ വീട് കാണാനായിട്ട് നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടിയിടണം.
22. പിന്നെ നമുക്ക് ഈ സ്ഥലം കോർഡിനേറ്റ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കണം. എന്നിട്ട് നമുക്ക് ആ സ്ഥലം എവിടെയാ വെള്ളം കണ്ടുപിടിക്കണം. ഇനി നമുക്കിൻ്റെ താഴെ പോയിട്ട് ആ വെള്ളം എടുക്കണം. എൻ്റെ അമ്മ, ഇവിടെ ഒന്നും ഇറങ്ങി വരാണ്ടിരുന്നാൽ മതി, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ വച്ചെങ്ങാനും ചത്തു കഴിഞ്ഞ് കുഴപ്പമില്ല, ഈ കുഴിയിലൊന്നും വീഴാണ്ടിരുന്നാൽ മതി. എനിക്ക് കുഴി കാണുമ്പോൾ എന്താ ഓർമ്മ ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറിലേക്ക് നമ്മൾ എത്തിയെന്ന, നമ്മൾ മരണത്തെ മുമ്പിൽ നിൽക്കുവാന്ന് എനിക്ക് തോന്നണേ അത് കാണുമ്പോൾ. നിങ്ങൾക്കാ തോന്നാറില്ല അത് കാണുമ്പോൾ? നമുക്കിനി തോന്നുന്നു മേളിൽ കയറാം. ഇതും കൊണ്ട് മേളിൽ കയറാം. നമ്മളെ ബ്രെഡ് ഇപ്പോൾ തീരാറായിട്ട് നമ്മളിനി നമ്മളിനി നല്ല ഫുഡൊക്കെ കഴിക്കും. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് മട്ടൻ കുറച്ചാൾ ഇന്നാം. കാരണം നമ്മൾ മട്ടൻ തിന്നാണ്ടൊന്ന് ബ്രോ, നിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാക്കി തരാം. അവൻ അപ്രത്യക്ഷമായി. ഇതെങ്ങനെ ഇവൻ അപ്രത്യക്ഷമായി ഇവിടേക്ക്? ഇവിടെ നിന്ന് നമ്മളെ ഇനി അത് പണ്ടാരം നമ്മളത് എടുത്ത് മീനെ പിടിക്കാൻ പോയിട്ട് അതും എടുത്തില്ല, അതും മറന്നുപോയോ? പോവാനൊരു വഴിയുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി മീനിലൂടെ റൗണ്ട് ഇതിൽ കൂടെ പോകുന്നുണ്ട്. വാടാ, ഡയമണ്ട് സ്വാഡാടാ. അന്ന് നീ എന്നെ സ്റ്റോൺ സ്വാഡ് പോലും ഇല്ലാണ്ട് എന്നെ ഓടിച്ചു. ഇപ്പം ഡയമണ്ട് സ്വാഡ് കൊണ്ട് ഞാൻ നിന്നെ വെട്ടി. യെസ്, കിട്ടി. നല്ല ടെക്സ്ചർ ആയിട്ടില്ലേ അത് കാണാൻ? നമുക്ക് ഇനി മേളിലേക്ക് പോകാം. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് കുറച്ച് നേരം ഫിഷിങ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിൽ അല്ല ആ ഫിഷിംഗ് ഫാം ഉള്ള സ്ഥലത്ത് എത്തിയിട്ട് കാണാം. പിന്നെ എനിക്ക് ഈ കോഴിക്കുഞ്ഞിനെ കണ്ടില്ല, എന്ത് രസം അതിനെ കാണാൻ. നല്ല സൗണ്ട്, എന്തല്ല സൗണ്ട്. നമ്മൾ റിയൽ ലൈഫിലുള്ള കോഴിക്കുഞ്ഞിന് നല്ല സൗണ്ട് ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാൻ. നമ്മുടെ ഈ സ്ഥലത്ത് എത്തിയിട്ട് കാണാം. നമുക്കിനി ഇതിനെ കൊണ്ടുപോയി ഇവിടെ അല്ല, നമുക്കിനി പോയി ചെയ്യേണ്ടതാണ് ഒരു ഫിഷിംഗ് റോഡ് ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മീൻ പിടിക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തൊക്കെ കിട്ടുമെന്ന് ഓർത്തിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്താം. നമ്മുടെ ഫിഷ് ഫാമിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് ഫിഷിങ് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മുടെ ചെസ്റ്റ് നമ്മൾ വാട്ടർ ലോക്ക് ചെയ്യാൻ മറന്നു. അതേ ചെയ്യണം. അങ്ങനെ ഫിഷിങ് കഴിഞ്ഞിട്ട് കാണാം. പിങ്ക് ഷിപ്പ്. അടിപൊളി 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 അടിപൊളി. അവിടെ ഞാൻ കളർ ചെയ്തില്ല. സത്യമായിട്ട് ഞാൻ കളർ ചെയ്തില്ല അവനെ പിന്നെ എങ്ങനെ കിട്ടി? അവിടെ നിൽക്കണം. നിങ്ങൾ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണം. അത്യാവശ്യം ഞാൻ കൂടാൻ തോന്നും. നിനക്ക് ഞാൻ പറഞ്ഞുകൂടാ. പാടാ നേരെ സംരക്ഷിക്കും. നിന്നെ എനിക്ക് വേണം. ഇത് ചുമ്മാ അവിടെ പോണേതാ.
എൻ്റെ അമ്മ, എൻ്റെ ലെക്ക് നോക്കണം. എൻ്റെ അമ്മ, അവിടെ അവനവിടെ അവൻ എവിടെ 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 അവൻ ഇനി എവിടെയും കാണാനില്ല. പക്ഷെ ലെക്കിന് കിട്ടിയത് അത് പിങ്ക് ഷീപ്പ്. അവന് 0.160 എത്രാണ്ട് ശതമാനം അവനെ കാണാനുള്ള ചാൻസ് ഉള്ളൂ. ഇതൊക്കെ എന്തിനാ എന്നോട് ഇങ്ങനെ, എന്തിനാ? അവൻ പോയി. അന്വേഷിച്ച് നോക്കി. ഞാൻ പതിപോലെ ഫിഷ് ഈ സമയം കുറേ നേരം നമ്മൾ ഫിഷ് ചെയ്തിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. 2 എൻചാൻറ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബാൻ ഓഫ് ആർത്തോപക്സ് എഫിഷ്യൻസി 4, പിന്നെ ബാൻ ഓഫ് ക്രസ് ഓഫ് ബൈൻഡിങ്. ഇതിൻ്റെ കൂടെ എഫിഷ്യൻസി 5 ആക്കാൻ പറ്റും. നല്ല അടിപൊളി. എന്നാൽ എൻ്റെ ഷീപ്പിൻ്റെ കാര്യം ബൈ